ഹലോ കുട്ടീസ്, എല്ലാവർക്കും നിലാവാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സയൻസാണ്. സയൻസിലെ 3 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. 2 ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. ചിത്രത്തിൽ കാണുന്ന ജീവികളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. കിട്ടിയില്ലേ ആൻസർ എന്താണെന്ന്? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ജീവികളുടെ പൊതു സവിശേഷത എന്ത്? ഈ 2 ജീവികളുണ്ട് അല്ലേ, അവയുടെ പൊതു സവിശേഷത കണ്ടെത്തണം. ഇനി അടുത്തത്, ഇത്തരം ജീവികളെ നിരീക്ഷിക്കുന്നതിനുള്ള മാർഗം വിശദീകരിക്കുക. ഇത്തരം ഈ 2 ജീവികളുണ്ടല്ലോ, അതുപോലുള്ള ജീവികളെ നിരീക്ഷിക്കുന്നതിനുള്ള മാർഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, അപ്പോൾ അമീബ, യുഗ്ലീന, ഇതാണ് ആ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. പാരമീസിയം ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ എക്സാമിന് വരാതിരിക്കാം കേട്ടോ. വൈറസ്, ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അവയെപ്പോലെ ഒരു സൂക്ഷ്മജീവികളാണ് ഈ ജീവികളും, ഈ 3 അമീബ, പാരമീസിയം, യുഗ്ലീന. ഇവയെന്താ? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. അപ്പോൾ സൂക്ഷ്മജീവികൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊതു സവിശേഷത എന്താ? ഇവർ സൂക്ഷ്മജീവികളാണ്. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ പോലുള്ള സൂക്ഷ്മജീവികളാണ്. ഇവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനും കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബി ക്വസ്റ്റ്യനും പഠിച്ചു, എ ക്വസ്റ്റ്യനും പഠിച്ചു. എ ക്വസ്റ്റ്യന് അമീബ, പാരമീസിയം, യുഗ്ലീന. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താ? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല, സൂക്ഷ്മജീവികളാണ്. ഇനി ഇതിൻ്റെ നിരീക്ഷിക്കുന്നുള്ള മാർഗം എന്തുകൂടെയാ? മൈക്രോസ്കോപ്പ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ, അതായത് അമീബ, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളെ നമുക്ക് എന്തിലൂടെ കാണാം? മൈക്രോസ്കോപ്പിലൂടെ കാണാം. അപ്പോൾ അതിനെ നിരീക്ഷിക്കാനുള്ള മാർഗവും നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പട്ടികയിലെ കോശഭാഗങ്ങളും അവയുടെ സവിശേഷതകളാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് ക്രമപ്പെടുത്തണം. ഞാൻ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കോശദ്രവ്യം എന്താ? കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം, കോശദ്രവ്യം. ഓക്കെ, കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം. മർമ്മം എന്താ? കോശത്തിൻ്റെ കേന്ദ്രഭാഗം, നടുക്കുള്ള ഭാഗം. എന്താണ് മർമ്മം? കോശത്തിൻ്റെ കേന്ദ്രഭാഗം. അടുത്ത കോശസ്തരം, കോശത്തിൻ്റെ ആവരണം. എന്താണ്? കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. അടുത്തത് ഹരിതകണം. ഹരിതകണം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഹരിതകണം എന്താ? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കണേ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ. പൂവിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫ്ലാഷ് കാർഡാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യണം. പൂഞ്ഞെട്ട് തന്നിട്ടുണ്ട്. പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്നു. ദളം, പെൺലിംഗ അവയവം, കേസരപ്പുടം, വിദളം. ഇതിൻ്റെ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കാം. എന്താ? പൂഞ്ഞെട്ട് എന്താ? പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു. പൂഞ്ഞെട്ട്. ജനിപുടം പൂവിലെ പെൺലിംഗ അവയവമാണ്. പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നത്. അടുത്ത പുഷ്പാസനം. പുഷ്പാസനം എന്താ? പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. അടുത്തത് വിദളം. വിദളം മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു. വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. അടുത്ത കേസരപ്പുടം. പൂവിലെ ആൺലിംഗ അവയവമാണ് കേസരപ്പുടം. പരാഗിയും തന്തുകവും ചേർന്നത്. അടുത്ത ലാസ്റ്റ് ദളം. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കണം കേട്ടോ. നന്നായി വായിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം, എക്സാമിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.